വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കൃത്യമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പട്ടികജാതികളിൽ വലിയ തോതിൽ അസമത്വം നിലനിൽക്കുകയാണ്, വലിയ തോതിലുള്ള അരാജകത്വം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സംവരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇടത്തേടത്ര എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഉപസംവരണം നടപ്പിലാക്കിയാൽ മാത്രമേ ഇവിടെ സാമൂഹ്യ നീതിക്ക് ഒരു പരിധിവരെ മാറ്റമുണ്ടാകാൻ സാധിക്കൂ എന്ന് വളരെ കൃത്യമായി സുപ്രീം കോടതി പറയുകയുണ്ടായി. അത് കൂടാതെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, ഇത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കണമെന്നാണ്. എനിക്ക് മുമ്പ് സംസ്ഥാനത്തെ സാറ് പറഞ്ഞ പോലെ സംസ്ഥാന ഗവൺമെന്റിനെ കോർട്ടിലേക്ക് പങ്കെടുത്തിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ, ബാബു വിജയനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപസംവരണം നടപ്പിലാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, 78 മുതൽ 82 വരെ വലിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാബു വിജയനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികപരവുമായിട്ടുള്ള പുരോഗതിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠനമുറി അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 82-ൽ അന്ന് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ആ പദ്ധതികൾ അന്ന് നടപ്പിലാക്കിയായിരുന്നെങ്കിൽ ഇന്ന് 40 വർഷത്തിന് ശേഷമാണ് പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് ആ പുസ്തകം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം 40 വർഷം ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പട്ടികവർഗം നൽകിയിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാനം ഇന്ന് വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി നമ്മൾ എവിടെ നിൽക്കുന്നു മനസ്സിലാക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ വോട്ട് ബാങ്കായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കണം. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ സമുദായങ്ങൾക്കും ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായ ചലനം സൃഷ്ടിക്കാൻ സാധ്യമായ സമുദായങ്ങളാണ്. എന്റെ സഹോദര സംഘടനകളായിട്ടുള്ള വേട്ടർ സമാജം അടക്കമുള്ള സംഘടനകൾക്ക് ഓരോ മണ്ഡലത്തിലും കൃത്യമായ ഇടപെടാൻ കഴിയുന്ന സമുദായങ്ങളാണ്. നമ്മൾ അതിനെ രാഷ്ട്രീയപരമായി ചിന്തിക്കണം. ദളിത് ആദിവാസി മഹാസഖ്യം എന്ന് പറയുന്ന വലിയൊരു സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ഞാനടക്കമുള്ള രാമോദർ സാർ അടക്കമുള്ള ഒരു ടീം വർക്ക് രാഷ്ട്രീയപരമായ ചിന്താഗതിയിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അധികാരം ഉണ്ടാകണം. കേരള രാഷ്ട്രീയത്തിൽ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരനും അധികാരത്തിന് 7 അയൽവക്കത്ത് പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. എന്നും നമ്മൾ വീടിത അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ സംവരണത എന്ന് കൈനീട്ടി നിൽക്കുന്ന യാചിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ അത് മാറണം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ ആര് ഭരിക്കണം, ആര് തോൽക്കണം എന്നുള്ള തീരുമാനിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഇവിടുത്തെ ഓരോ പട്ടികജാതിക്കാരനും ഓരോ പട്ടികവർഗക്കാരനും ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു മാറ്റത്തിന് വേണ്ടി കൂട്ടായി നമുക്ക് പ്രവർത്തിക്കാം. ഒട്ടനവധി ആൾക്കാർ ഈ ധർണാ സമരത്തെ അഭിസംബോധന സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഉപസംവരണം നടപ്പിലാക്കുക. വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും സാമൂഹ്യ നീതിയുടെ 7 അയൽപക്കത്ത് പോലും എത്തപ്പെടാതെ പോയ എല്ലാ ജനവിഭാഗങ്ങൾക്കും സംവരണത്തിന്റെ ആനുകൂല്യം 78 വർഷമായി ലഭിക്കാത്ത എല്ലാ സമുദായങ്ങൾക്കും സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കണം. അവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തണം. ബാബാ സാഹിബ് ഡോക്ടർ B.R. അംബേദ്കർ സ്വപ്നം കണ്ട, മഹാത്മാ അയ്യങ്കാളി സ്വപ്നം കണ്ട, വർക്കൽ രാഘവൻ സ്വപ്നം കണ്ട, പാമ്പാടി ജോൺ ജോസഫും പൊയ്കൽ കുമാരഗൗരദേവനും സ്വപ്നം കണ്ട ഒരു നമ്മുടെ രാജ്യമായി മാറണം. അങ്ങനെ നമ്മുടെ രാജ്യം ഒരു സമസ്ത സുന്ദര കേരളമായി മാറണമെങ്കിൽ എല്ലാവരും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തപ്പെടണമെന്നാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ധർണാ സമരത്തെ അഭിസംബോധന സംസാരിക്കാൻ ഇനിയും ഒട്ടനവധി ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ജയിച്ചിട്ടുള്ള പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.